നമ്മളിപ്പോൾ കാണുന്നത് ഗോകുലം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗോകുലം ഗോപാലൻ എന്ന ആ വ്യവസായിനെയാണ്. അദ്ദേഹം ചെയ്യാൻ പോകുന്ന ചില സാമൂഹ്യ സേവന പദ്ധതികളെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് 25 വീട്, 30 യുവാക്കൾക്ക് ജോലി, അനാഥരായിട്ടുള്ള 10 പേരെ ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കൈ നിറയെ പണമുള്ളതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് വേണം. കേരളത്തിലെ പണക്കാർ ഒന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ദാരിദ്ര്യം പമ്പ കിടക്കും. രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ പണക്കാരും പൗരപ്രമാണിമാർക്കും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവരത് അധികം പേരും ചെയ്യാറില്ല. ഒരു 5% ആളുകൾ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാറുള്ളൂ. പണം ഈ ലോകത്തിൽ സ്വരൂപിച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. അത് മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ളതൊന്നുമല്ല. ഈ ലോകത്തിൽ ആരും മരിക്കുമ്പോൾ അവരുടെ സ്വത്ത് മുതലൊന്നും ആരും കൊണ്ടുപോകാറില്ല. അടുത്ത തലമുറയ്ക്ക് അത് കൈമാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പണം ഈ ലോകത്തിൽ ആവശ്യമുള്ളത് അത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ശമ്പളമായിട്ടായിരിക്കും, ചിലപ്പോൾ ദാനധർമ്മമായിട്ടായിരിക്കും, വേറെ ചിലപ്പോൾ ചില ഉപഹാരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഈ പണം പൂഴ്ത്തി വെക്കാനുള്ളതല്ല. ഈ ലോകത്തിലൊരു മനുഷ്യൻ ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ അവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമേ മനുഷ്യൻ വിലയിരുത്തുകയുള്ളൂ. അവൻ പണക്കാരനായതുകൊണ്ട് എക്കാലവും ജനങ്ങൾ അവനെ വിലയിരുത്തണമെന്നില്ല. അവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ ആണ് മറ്റുള്ളവർ അവരെ വിലയിരുത്താൻ കാരണമായി തീരുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇതുപോലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് സാമൂഹ്യ സേവന പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ജനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ ജനങ്ങൾ ഓർക്കത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം ജനങ്ങളാരെയും ഓർക്കത്തില്ല. ഗോകുലം ഗോപാലൻ സാർ ചെയ്യുന്ന ഈ ഒരു പദ്ധതി അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.